അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴാണ് നമ്മളൊരു കാര്യം നമ്മളെ മുടീനെ പറ്റിയിട്ട് ഇത് വളർന്നാട്ട് പോകുന്നുണ്ട്. ഇതിനൊന്ന് വെട്ടാനോ ടൈമും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ റെസ്റ്റ് ടൈമിലാട്ട് വെട്ടി തീർത്താളാ. നമ്മൾ നേരെ നമ്മളെ അടുത്തുള്ള സലൂണിലേക്കാട്ട് കയറി കുത്തിരുന്നു. അവിടെയുള്ള മൂപ്പരോട് ഇതിനെന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും പറഞ്ഞു. ഒന്ന് കണ്ണുപൊട്ടിയപ്പോഴത്തേക്കും നമ്മള് പറഞ്ഞ സാധനം സെറ്റാക്കി തന്നു. നമ്മള് ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് എന്റെ തലേന്ന് ഞാൻ പറഞ്ഞ പോലെ പിന്നെ ആടുന്നു ഇറങ്ങി ഞാൻ നേരെ റൂമിലേക്ക് പോണെന്ന് വിചാരിച്ചു. ഒന്ന് കുളിക്കാനേ അതിനുള്ള ടൈം നമ്മക്കില്ലേ. നമ്മളെ ടൈം കഴിഞ്ഞു പോയി. അതുകൊണ്ട് നേരെ ഷോപ്പിലേക്ക് ഷോപ്പിലും എത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും കാണുന്ന ഗ്യാപ്പ് അടിക്കാനുള്ള കുറച്ച് സാധനം നമുക്ക് വന്നത്. പിന്നെ ആ പരിപാടി ഞാനിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു വിളി വന്നത്. എന്റെ ആദ്യത്തെ ഷോപ്പിലേക്ക് കുറച്ച് സാധനം ഇവിടുന്ന് കൊണ്ടുപോകും, നീയും പോരുന്നോ. അത് കേട്ടപാടൻ എന്റെ കൈമുള്ള പയമ്പൊരിയായിട്ട് ഞാൻ ആട്ടാറ് സമയമില്ലായിട്ടേ അതാ. പിന്നെ അടേക്കുള്ള കുറച്ച് സാധനം നമ്മളെ വണ്ടിയിലേക്കാട്ട് കേറി കുത്തി. ഇതൊക്കെ അവിടെ പോയി ഇറക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തെ ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളു പോവാൻ. അതുകൊണ്ട് നമ്മൾ അവിടെ പെട്ടെന്ന് അടെത്തി നമ്മളെ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കി ഷോപ്പിലേക്കാട്ട് കയറ്റി വെച്ചോ. ഞാനാണെങ്കിൽ ഇവിടെ ഉള്ളവരെ കാണാനുള്ള തിരക്കിലും നടക്കുക. ആദ്യം തന്നെ നമ്മൾ അച്ഛന്റെ അടുത്തേക്ക് വർത്താനം പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് നമ്മളെ സമയം കഴിഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ആടുള്ള എല്ലാരെയും കാണാനും പറ്റി. പിന്നെ കണ്ടവരോടും ഭയം പറഞ്ഞു നമ്മൾ ആടുന്ന ഇറങ്ങി നമ്മളെ ഷോപ്പിലേക്ക്. നമ്മളെ ഷോപ്പിലും എത്തി. ഒരു പണിയില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അതിന്റെ അടുക്കൊരു കൗതുകത്തിന്റെ ഒരു ബെൽറ്റ് ഇട്ട് നോക്കി. അതാണെങ്കിൽ ഊരാനോ ഞാൻ കൊറേ കളി കളിച്ചു. അവസാനം അതിനെങ്ങനൊക്കെ ഒന്ന് ഊരിയെടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ഷോപ്പാട്ട് പൂട്ടി. ഞാനാണെങ്കിലോ കുറച്ച് സാധനമായിട്ട് ഇറങ്ങി. തിരുമ്പാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ ഉണ്ട് നമ്മളെ റൂം. ഇനി റൂമിൽ പോയിട്ട് അതൊക്കെ തീർക്കണം. അതുകൊണ്ട് നമ്മള് പോവാണ്. അപ്പോ ശരി എന്നാ.